പ്രിയപ്പെട്ട മച്ചാന്മാരെ, ഞാൻ നിൽക്കുന്നത് ഈ പിന്നെ ആലന്തുരുത്തി എന്നും പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, ചങ്ങനാശ്ശേരി. ആലന്തുരുത്തി എവിടെ കേട്ടോ? വേങ്ങൽ. വേങ്ങൽ. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, ആരും അറിയാത്തൊരു സംഭവമുണ്ട് ഇവിടെ. അതായത് തിരുവല്ലയിൽ നിന്ന്, ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക, തിരുവല്ലയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തിന്. പക്ഷേ ഈ തോടിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞ്, ഈ നീളമെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിൽ കൂടുതലുണ്ട്. ഇതൊരു ചന്തത്തോടെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഈ തിരുവല്ല ചന്തത്തോടെന്ന് പറയും. ഈ ചന്തത്തോടിൽ നിന്ന് വരുന്ന ഒരു പുഴയായിരുന്നു കഴിഞ്ഞ ഒരു 10-15 വർഷം മുമ്പ് വരെ. ഇതൊരു പുഴയായിരുന്നു ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഈ പുഴ ഇന്ന് അതായത് കാട് പിടിച്ച് വലിയ പായൽ പോലുള്ള ഇത് പിടിച്ച് വലിയ ആഴങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചെയ്തേ പറ്റിയുള്ള ഒരു ചെറിയ കാര്യം, ചെറിയൊരു വിവരണം നമ്മുടെ ചേട്ടൻ സംസാരിക്കും. ചേട്ടൻ്റെ പേരെന്നാ? മോഹൻ ചേട്ടൻ എത്ര വർഷം അവിടെ താമസിക്കുന്നു? 36 വർഷം ആയുള്ളൂ. അപ്പം ഞാനേ ഇത് ചോദിക്കാൻ കാരണം, ഈ ചന്തത്തോട് എത്ര വർഷമായിട്ടാണ് ഈ കാട് പിടിച്ചിങ്ങനെ കിടക്കുന്നത്? ഇതിപ്പം 2-3 പ്രാവശ്യം അവർ വാരിയായിരുന്നു. വാരി കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ. അത് പഞ്ചായത്താണോ വാരിയത്? ആദ്യം പഞ്ചായത്താണെന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് PW ആളമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഈ റോഡിന്റെ പണി തീർന്നതോടുകൂടി PW അല്ലേ ഈ റോഡ് പണിതിരിക്കുന്നത്? അത് ഈ നമ്മളിപ്പം ഞാൻ പറയുന്ന ഈ സ്ഥലത്തു നിന്ന് അങ്ങോട്ടുള്ള സ്ഥലത്തിന്റെ പേരാണ് നക്കരാപ്പുത്തൂർ. അതിപ്പം വേറൊരു പേരായിട്ടിരിക്കുന്നത് മുണ്ടകൻ റോഡ്. ഓക്കെ. ഈ റോഡ് നല്ല ടാറിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. PW ഏറ്റെടുത്താന്ന് തോന്നുന്നു. ആണല്ലേ? പക്ഷെ ഈ തോട് ഈ പുഴ ഇതൊരു പുഴ പോലെ ആയിരുന്നു ഇവിടെ അല്ലേ? ഈ പുഴ പോലെ ആയിരുന്നു. ഇപ്പൊ അപ്പുറത്തെല്ലാം നെൽപ്പാടമാണല്ലോ. അതിന്റെ ഈ കണ്ടമായിരുന്നു. അത് മുറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങപ്പുറത്ത് ഇങ്ങപ്പുറത്തൊക്കെ സർക്കാർ ഭൂമിയായിട്ട് അതെല്ലാം കൈവശപ്പെടുത്തി. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പൊ നിലവില് ഈ തോടിന്റെ വലിപ്പം കുറഞ്ഞാണല്ലോ ഇപ്പൊ ഓരോ വശത്ത് കാണുന്നത്. ഓരോ വർഷം ചെല്ലുന്നതും തുടങ്ങാണ്. അപ്പം ഞാൻ ഇത് മേടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ വണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ കയ്യേറ്റം തന്നെ ഇഷ്ടം പോലെ ആയി കാണുമല്ലോ. ഒത്തിരി ഉണ്ട്. ആ ഭാഗം എല്ലാം ഉണ്ട് കയ്യേറി വെച്ചിരിക്കുക. അതിന്റെ അറിയണമെങ്കിൽ അങ്ങ് പഞ്ചായത്തിൽ പാലമുണ്ട്. ആ പാലത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ. എല്ലാരും കയ്യേറിയിരിക്കുക. ഈ സർക്കാരിന്റെ ഭൂമിയുമാണ്. സർക്കാരിന്റെ ഭൂമി ആർക്കും എന്തും ആകാമല്ലോ. അതേ ഉള്ളൂ. സാധാരണ ഇപ്പൊ നിങ്ങളിവിടെ താമസം 36 വർഷമായി. ഈ ഒരു പരിധി വരെ ഈ പുഴ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രദേശത്തിന് ഏറ്റവും വലിയ കുടിവെള്ള പ്രശ്നവും എല്ലാം പരിഹരിച്ചേനെ. ഈ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇതിപ്പോ ആൾക്കാർക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ലോ. ഭയങ്കര താഴെ ഇല്ല. പക്ഷെ ഇത് തെളിച്ചിട്ടാൽ വൃത്തിയായിട്ട് കിടക്കുവായിരുന്നെങ്കിൽ ഇതിന് കാക്കപ്പളം എന്നാ പറയുന്നത് അല്ലേ? ഇത് നിങ്ങൾ തന്നെ കെട്ടിത്താന്ന് തോന്നുന്നു, അതോ അവര് കെട്ടിത്തന്നാണോ? തന്നതാ. കുളിച്ചോണ്ടിരുന്നേ, തുണി അലക്കിക്കൊണ്ടൊക്കെ മറ്റിരുന്നത്. ഒന്നും പറ്റില്ല. നിങ്ങളെല്ലാവരും പ്രേക്ഷകർ നേരിട്ട് നോക്കണം കേട്ടോ. അത് അവിടെ ഒരു നടപ്പാലമൊക്കെ, നടപ്പാലം നമ്മൾ നാട്ടുകാരെ നിർമ്മിച്ചിരിക്കണോ പഞ്ചായത്ത് നിർമ്മിച്ചിരുന്നു? സ്വന്തമായിട്ട് പഞ്ചായത്തൊന്നും ചെയ്തിരിക്കുന്നതല്ല അല്ലല്ലേ? ഇത് ഏതോ 100 കണക്കിന് നാട്ടുകാർക്ക് പ്രയോജനമുള്ള ഒരു പുഴ പോലൊരു, അതായത് കനാലെന്ന് പറയാം, ആ ഭാഗമായിരുന്നു. ഇന്നത് ഓളയൊക്കെ പിടിച്ച് എത്രയോ നാളായിട്ട് കിടക്കുന്നു. ഇത് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജലസേചന സൗകര്യം മെച്ചപ്പെടും. കൃഷിക്ക് ഏറ്റവും കൂടുതൽ നെൽവയല കണ്ടോ, നേരെ കാണുന്നതൊക്കെ നെൽവയല. ഈ നെൽവയലൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടിയുള്ള നല്ല സൗകര്യം ഉണ്ടാവുകയും കിട്ടും. അതിന് ഏറ്റവും വലിയ ഗുണം ചെയ്യുകയും ചെയ്യും. ഇപ്പം ഇത് ഒരു 15 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ വല്ല പരാതി ആൾക്കാരോടെല്ലാം വല്ല പഞ്ചായത്ത് വല്ല അത് പിടിക്കും, കോള പിടിച്ചു പോകും. അപ്പൊ ഇത് തിരുവല്ല വരെ ചെല്ലുന്ന ഭാഗമോ? പറയുന്നു. ഓക്കെ. നാളെ ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ അധികൃതർ നടപടി ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള ജലസേചന പദ്ധതികൾ മെച്ചപ്പെടുത്തിയാൽ നമുക്ക് നാട്ടുകാർക്കും പ്രത്യേകിച്ച് നമ്മുടെ ജലസേചനത്തിനും ഏറ്റവും വലിയ മെച്ചപ്പെട്ടതാകുമെന്ന് നമുക്ക് കരുതാം. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, നമ്മുടെ ചേട്ടനെ കൂടെ പരിചയപ്പെട്ടല്ലോ. ഓക്കെ.